വൃക്ഷത്തോട്ടങ്ങൾ ഘട്ടം ഘട്ടമായി മുറിച്ചു നീക്കി ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെ തദ്ദേശ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, സംഘർഷങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കാലത്ത് ഈ ജലലഭ്യതയും ഭക്ഷ്യലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് ഒരു പ്രത്യേക യജ്ഞം നടപ്പിലാക്കുന്നതിനാണ് വനംവകുപ്പ് തയ്യാറെടുക്കുന്നത്. ഈ യജ്ഞത്തിന് മിഷൻ ഫുഡ് ഫോൾഡർ ആൻഡ് വാട്ടർ അഥവാ മിഷൻ FFW എന്ന പേര് നൽകിയിരിക്കുന്നു. ഒന്നാം ഘട്ടമായി ഫെബ്രുവരി മാസം 10 മുമ്പ്, ഇപ്പം ജനുവരിയായി, ഫെബ്രുവരി മാസം 10 മുമ്പ് സംസ്ഥാനത്തെ വനമേഖലകളിലെ വയലുകൾ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ, പുൽമേടുകൾ, തുറസ്സായ സ്ഥലങ്ങൾ എന്നിവയുടെ വിവരശേഖരണവും പുതുതായി ഇവ ആവശ്യമുള്ള മേഖലകളും കണ്ടെത്താനുള്ള ശ്രമം നടത്തും. സംസ്ഥാനത്തെ വനമേഖലകളിൽ സെക്ഷൻ സ്റ്റേഷൻ തലത്തിൽ ഈ വിവരങ്ങൾ അടിയന്തരമായി ശേഖരിച്ച് മാപ്പ് ചെയ്യേണ്ടതും ആയത് റേഞ്ച് തലത്തിലും ഡിവിഷൻ തലത്തിലും ക്രോഡീകരിക്കേണ്ടതാണ്. രണ്ടാം ഘട്ടം ഫെബ്രുവരി 11 മുതൽ ഏപ്രിൽ 30 വരെ നിർമ്മാണത്തിനും പരിപാലനത്തിനും വേണ്ട ഫണ്ടുകളും മാനവശേഷിയും ഉറപ്പുവരുത്തി പ്രവൃത്തി നിർവഹണം സമയബന്ധിതമായി നടത്തുക. വേനലിൽ വറ്റിപ്പോകുന്ന അരുവികളിൽ അടിയന്തരമായും ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുക എന്നതാണ് ഈ കാലത്ത് ചെയ്യുക. മൂന്നാം ഘട്ടം മെയ് 1 മുതൽ തുടർന്നു പോകുന്നൊരു പരിപാടിയാണ് ഫയർ സീസണിന് ശേഷം ചെയ്യേണ്ട പ്രവൃത്തികളുടെ പ്ലാൻ തയ്യാറാക്കുക. വനമേഖലയിലെ അധിനിവേശ സസ്യങ്ങൾ പൂവിടുന്നതിന് മുമ്പായി അവ വേരോടെ പിഴുത് വനത്തിനകത്ത് തുറസായ സ്ഥലങ്ങൾ സൃഷ്ടിക്കേണ്ടതുമാണ്. ജലലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുടെ മാർഗരേഖ: 1. ചെക്ക് ഡാമുകൾ, കുളങ്ങൾ എന്നിവയുടെ പരിപാലനം. നിലവിലുള്ള ചെക്ക് ഡാമുകൾ, നിലവിലുള്ള സ്വാഭാവിക കുളങ്ങൾ. വനമന്ത്രി കെ ശശീന്ദ്രനാണ് മാധ്യമങ്ങളെ കാണുന്നത്. വനത്തിൽ വെള്ളം ഒക്കെ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ്. മൃഗങ്ങൾ വനമിറങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളായി തമിഴ്നാട്ടിലൊക്കെ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാട്ടിനുള്ളിൽ തന്നെ വെള്ളം, മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കുക എന്നാണ്. ആ നടപടികളൊക്കെ കേരളത്തിലും ആവിഷ്കരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്.